ഹായ് ഫ്രണ്ട്സ്, PSC വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ BSc ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം 1947. മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് എന്താണ്? മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേരാണ് മാധവൻ നായർ. യക്ഷി എന്ന നോവൽ രചിച്ചത് ആരാണ്? യക്ഷി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണനാണ് യക്ഷി എന്ന നോവൽ രചിച്ചത്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം 1947. മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേരാണ് മാധവൻ നായർ. യക്ഷി എന്ന നോവൽ രചിച്ചത് ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ: യൂറി ഗാഗറിൻ ഏത് രാജ്യക്കാരനാണ്? യൂറി ഗാഗറിൻ ഏത് രാജ്യക്കാരനാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ: യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് ആരാണ്? ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? PK ബാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1885. യൂറി ഗാഗറിൻ ഏത് രാജ്യക്കാരനാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പുസ്തകം രചിച്ചത് PK ബാലകൃഷ്ണൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1885. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ജനുവരി 26. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഏതാണ്? ഡിസംബർ 22. ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഏതാണ്? ഡിസംബർ 22. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12-നാണ് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ജനുവരി 26. ഇന്ത്യയിലെ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ 22. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 2005 ഒക്ടോബർ 12-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശമാണ് ദക്ഷിണേന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ശിശുദിനം നവംബർ 14. ശിശുദിനം എപ്പോഴാണ്? നവംബർ 14. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ദക്ഷിണേന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ശിശുദിനം നവംബർ 14. അടുത്ത ക്വസ്റ്റ്യൻ: രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഡാഷ് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്. രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഏത് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്? ഭൂമധ്യ രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് എന്നാണ്? രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് 1945 സെപ്റ്റംബർ 22. 1945 സെപ്റ്റംബർ 22-നാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചിട്ടുള്ള വർഷം. ഒന്നും കൂടി പറയാം: രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ. ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഏത് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്? ഭൂമധ്യ രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് എന്നാണ്? 1945 സെപ്റ്റംബർ 22-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്?
ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മിഹിർ സെൻ. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ഫ്രിയോൺ. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത്? രാജ്പഥ്. റിവോൾവർ കണ്ടുപിടിച്ചത് ആരാണ്? റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട് ആണ്. ആരാണ് റിവോൾവർ കണ്ടുപിടിച്ചത്? സാമുവൽ കോൾട്ട്. ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ ആണ്. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഫ്രിയോൺ ആണ്. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത്? രാജ്പഥ്. റിവോൾവർ കണ്ടുപിടിച്ചത് ആരാണ്? സാമുവൽ കോൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, 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 ഇവ മാത്രം. ഇതാരുടെ വാക്കുകളാണ്? ടോൾസ്റ്റോയ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും വലിയ തടാകം ഏതാണ്? കാസ്പിയൻ തടാകം. ഏറ്റവും വലിയ തടാകം ഏതാണ്? കാസ്പിയൻ തടാകം. എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, 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 ഇവ മാത്രം എന്നത് ആരുടെ വാക്കുകളാണ്? ടോൾസ്റ്റോയുടെ വാക്കുകളാണ്. ബചേന്ദ്രി പാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും വലിയ തടാകം ഏതാണ്? കാസ്പിയൻ തടാകമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ രേഖാംശ രേഖ കടന്നു പോകുന്ന വൻകര ഏതാണ്? ഏറ്റവും കൂടുതൽ രേഖാംശ രേഖ കടന്നു പോകുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ആങ്ടീസി. ഏതു രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്? ഏതു രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്? ഈജിപ്ത്. ഏറ്റവും കൂടുതൽ രേഖാംശ രേഖ കടന്നു പോകുന്ന വൻകര ഏതാണ്? അന്റാർട്ടിക്ക. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആങ്ടീസി. ഏതു രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്? ഈജിപ്തിലെ ലിപിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? ഏതു അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 129. ഏത് അനുച്ഛേദ പ്രകാരമാണ് UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത്? ഏതു അനുച്ഛേദ പ്രകാരമാണ് UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത്? അനുച്ഛേദം 316. ഏത് വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്? റിപ്പൺ പ്രഭു. ഏത് വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്? റിപ്പൺ പ്രഭു ആണ്. ഓർത്തിരിക്കുക, വർഷം 1881. ഏതു അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 129. ഏത് അനുച്ഛേദ പ്രകാരമാണ് UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത്? അനുച്ഛേദം 316. ഏത് വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്? റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചിട്ടുള്ളത്. വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കാശ്മീർ. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരിലാണ്. 1973 കേശവാനന്ദ ഭാരതി കേസാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചിട്ടുള്ളത്. കന്യാകുമാരിയിലാണ് വിവേകാനന്ദ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി ഏതാണ്? വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതിയാണ് സെഷൻസ് കോടതി. ഒരു ടൺ എത്ര കിലോഗ്രാമാണ്? ഒരു ടൺ എത്ര കിലോഗ്രാമാണ്? 1000 കിലോഗ്രാമാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറയാണ്. വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി ഏതാണ്?
സെക്ഷൻസ് കോടതിയാണ്. ഒരു ടൺ എത്ര കിലോഗ്രാമാണ്? 1000 കിലോഗ്രാമാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ്? ന്യൂഡൽഹി. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.